ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ അങ്ങനെ കുറേ കാലമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെറാഡൂണിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ആക്ച്വലി സെക്കൻഡ് ഡേ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു മൂവി കാണാൻ പോവാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോഴാണ് സാധാരണ മൂവി കാര്യങ്ങളൊക്കെ കാണാറ്. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പാട്രിയോട്ട് മൂവിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു മൂവി ഫസ്റ്റ് ഡേ, എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് മൂവി കണ്ടിട്ടില്ല. അപ്പോൾ അത് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട്, ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ എത്തണം, ഇനി അവിടെ എത്തണം എന്നുള്ളതാണ് വലിയ ടാസ്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ബൈ. മാൾ ഓപ്പൺ ആവുന്നത് 10 മണിക്കും നമ്മുടെ ഫിലിം ഉണ്ടായിരുന്നത് 9 മണിക്കും ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ മാളിൻ്റെ ബാക്ക് സൈഡിലൂടെയുള്ള ഗേറ്റ് വഴിയാണ് കേട്ടോ കയറിയത്. നമ്മൾ കയറിയപ്പോൾ തന്നെ PVRലെ എല്ലാ ഷോപ്സും കാര്യങ്ങളൊക്കെ ഓൺ തന്നെയായിരുന്നു. അവിടെ ഷോവിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഷോ തന്നെയായിരുന്നു. അതിൽ കുറച്ച് മലയാളികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഷോയ്ക്ക് എപ്പോഴും ഇവിടെയൊക്കെ കുറച്ച് മലയാളികൾ തന്നെയാണ് ഉണ്ടാവുക. ഒരു 2-3 ദിവസമാണ് ഇവിടെ മലയാളം ഫിലിംസൊക്കെ കളിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെയുള്ള മലയാളികളൊക്കെ തന്നെ ഫിലിംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഡെറാഡൂണിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, കുറച്ച് ഋഷികേശ് ഭാഗത്തു നിന്നും പിന്നെ നമ്മളെപ്പോലെ ശ്രീനഗർ അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഫിലിം കാണാൻ വരാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു ഫസ്റ്റ് ഷോ കാണുമ്പോഴുള്ള ആ ഒരു വൈബൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കുറച്ച് പേര് മാത്രമായിട്ട് കുറച്ച് മലയാളി ഒരു കൂട്ടം പോലെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫിലിം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഒരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വലിയ ഹൈപ്പൊന്നും കൊടുക്കാനില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ മാളൊക്കെ ഒന്ന് കറങ്ങി. അപ്പോഴത്തേക്കിനും എനിക്ക് വിശന്നു കേട്ടോ, കാരണം ഫിലിം കഴിയുമ്പോഴത്തേക്കിനും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ കയറിയത് ശരവണ ഭവനിലാണെന്ന് തോന്നുന്നു. യെസ്, ശരവണ ഭവനിൽ തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഇപ്രാവശ്യം ഫുഡ് കഴിച്ചത്. നോർമലായിട്ടുള്ള നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നോർത്തിലെ മീൽസ് അവിടുത്തെ ടേസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ തന്നെ കയറുന്നത്. ഒരു ആന്ധ്ര തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ ഒരു ഫുഡ് ഉണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് ആ ഒരു മാള് കറങ്ങാനായിട്ട് ഇറങ്ങി. ഋഷിക്ക് ഇതുപോലെയുള്ള മാൾസൊക്കെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാറ്. നമ്മളവിടെ അധികവും മലകൾ, പുഴകൾ, തോടുകൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ അവനിപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ കാണാൻ, ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് മാർക്കറ്റ് 99 ആണ് തോന്നുന്നു ഷോപ്പ്. ഇതുപോലുള്ള ഷോപ്സിൽ കയറിയിട്ട് ഇതൊക്കെ വീഡിയോ എടുക്കുക, ഫോട്ടോസ് എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, കപ്സ് പർച്ചേസ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ചെറിയ ചെറിയ വലിയ ഹോബീസ്. പിന്നെ കിഡ്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഋഷി അവിടെ നിന്ന് വരികയില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അവന് കുറച്ച് സംഭവങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴും ഇതിലൊക്കെയാണ് അവന് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് മാക്സിമം അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിലൊക്കെ കയറി കളിച്ചിട്ട്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ കുറച്ച് സമയത്തൊക്കെ ഇവന് ഇതേപോലുള്ളൊരു പ്ലേ ടൈം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കറങ്ങി കുട്ടികളുടെ സെക്ഷനിൽ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. മാക്സിലും അവിടെ ഒരുവിധം എല്ലാ ഷോപ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മാളിൽ കുറച്ച് 3-4 ഫ്ലോറിലെങ്ങാനുള്ളൊരു മാളായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫസ്റ്റ് ക്രൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഋഷിക്ക് പറ്റിയ ഡ്രസ്സ് തപ്പിപ്പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വേറൊരു മാളിൽ പോയി. അവിടെയും കുറച്ച് നേരം തിരഞ്ഞു കേട്ടോ. അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ വെസ്റ്റ് സൈഡിൽ ഷോപ്പിങ്ങിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആവാനായപ്പോഴാണ് നമ്മൾ വെസ്റ്റ് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോഴത്തേക്കിനും കുറച്ച് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വേനൽ മഴയാണ് പെയ്തത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ വെസ്റ്റ് സൈഡിൽ. കാണാനും നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. വലിയ ഒരു ഷോപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞാൻ വന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
വെസ്റ്റേൺ വെയറും നോർമൽ വെയറും എത്തനിക് വെയറും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ ഡെറാഡൂണിൽ വെസ്റ്റ് സൈഡും സ്റ്റുഡിയോനേക്കാളും എനിക്ക് കുറച്ചുകൂടെ കളക്ഷൻസ് ഇഷ്ടമാണ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, കമ്പാരേറ്റീവ്ലി റേറ്റ് കൂടുതൽ വെസ്റ്റ് സൈഡിനായതുകൊണ്ട് തന്നെ അവിടെ കളക്ഷൻസ് എന്തായാലും കൂടുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എനിക്ക് വാങ്ങണം എന്ന് തോന്നി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുമ്പം ഷോപ്പ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് കണ്ടാലും എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷവും എന്താ പറയുക സമാധാനവുമാണ്. പിന്നെ ഇടയ്ക്ക് ചിലപ്പം എന്തെങ്കിലും ഷോപ്പ് ചെയ്തിട്ട് നോക്കി വെച്ചിട്ട് അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് വാങ്ങായിരുന്നു തോന്നും. അങ്ങനെ എനിക്കിവിടെ 1-2 സംഭവങ്ങൾ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഇപ്പോഴല്ല, ഇത് ഞാൻ ഇവിടെ തന്നെ തിരിച്ച് വെച്ച് പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത് മേടിച്ചാൽ മതിയായിരുന്നു, നല്ല കളക്ഷനായിരുന്നു എന്ന്. നമ്മളെ കയ്യിൽ കുട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കുറച്ച് അധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവിടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മൊത്തം കളക്ഷൻസും സത്യം പറഞ്ഞാൽ അരിച്ചു പെറുക്കി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇതുപോലെയുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കാനായിട്ട് തോന്നും, പക്ഷേ പ്രൈസ് റേഞ്ച് ഇവിടെ വളരെ കൂടുതലാണ്. അത് പിന്നെ വെസ്റ്റ് സൈഡിലെ ഡ്രസ്സിന് കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ നോക്കി. പിന്നെ ഇനി മുതൽ ഇവിടെ സമ്മർ വെയർസ് തന്നെയാണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നല്ല സമ്മറാണല്ലോ വരാൻ പോകുന്നത്. അങ്ങനെ നോർമലായിട്ടുള്ള കുർത്താസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. റേറ്റ് വലിയ പ്രശ്നമില്ലായിരുന്നു. അധികവും നമ്മുടെ വെസ്റ്റേൺ വെയർസിനാണ് കൂടുതൽ പ്രൈസ് ഉണ്ടായിരുന്നത്, പക്ഷെ നല്ല ക്വാളിറ്റി ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നോക്കി. അങ്ങനെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ഇതിനൊക്കെ ഒരു 2000-3000 റേഞ്ചാണ് കേട്ടോ. അതിന് ഈ ഒരു ടോപ്പിന് ഒരു 600 റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ മേടിച്ചില്ല. ഈ ഒരു ടൈപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടൺ ആണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം, കോട്ടൺ ഡ്രസ്സുകൾ ഇടാനാണ്. അതാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഓവർ സൈസ്ഡ് ഷർട്ടുകൾ, പിന്നെ ജെൻസിൻ്റെ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഗേൾസിൻ്റെ കളക്ഷനിൽ മാത്രമേ നോക്കുകയുള്ളൂ, കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം അതായതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ തന്നെ വരുന്നത്. ജെൻസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കാറേയില്ല, എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ജെൻസിൻ്റെ ഷോപ്പിങ്ങിന് പോയാൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. പക്ഷേ ഗേൾസിൻ്റെ ആ ഏരിയയിൽ ഞാൻ എത്ര വേണേലും നിൽക്കും. പിന്നെ കുട്ടികളുടെ ആ ഒരു ഏരിയയിലും എനിക്കിപ്പോൾ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ള ടൈപ്പ് കുറച്ച് 2-3 ഐറ്റംസ് ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്ത 2-3 ഐറ്റംസ്. ഞങ്ങൾ അധികവും ഓൺലൈനിൽ തന്നെയാണ് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. കുറച്ചൊരു ടൈം ഞാൻ ബോയ്സിൻ്റെ ആ ഒരു ഏരിയ ജെൻസിൻ്റെ ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ കളക്ഷൻസാണ്. നല്ല ജെൻസിൻ്റെയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ മാറി പുറത്തിറങ്ങിയപ്പോൾ നമ്മളൊരു KFC കഴിച്ചു. KFC നമ്മൾ ഇയർലി 1 or 2 മാത്രം കഴിക്കുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ പോയി പിന്നെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഇന്നത്തെ ഡേയിലെ ലാസ്റ്റ് പരിപാടിയാണ് ഈ ഹെയർ സെറ്റ് ചെയ്യുന്നത്. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മഴയത്ത് നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ഉറങ്ങി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ് ചെയ്യണം.